മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എന്താണ് നീറ്റ് എക്സാം എന്നും അതിൻ്റെ ഏജ് ലിമിറ്റ്, അത് എപ്പോഴാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക, അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ടാകും. ഇപ്പം നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് എക്സാം എഴുതണം, നീറ്റ് എക്സാം എഴുതിയാൽ മാത്രമേ BDS കിട്ടുള്ളൂ, അല്ലെങ്കിൽ പല മെഡിക്കൽ കോഴ്സുകൾക്കും അവരൊരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുള്ള നീറ്റ് എക്സാമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല, ഇതിന് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് കോഴ്സ് എടുക്കണം എന്നറിയില്ല. അങ്ങനെ എൻ്റെ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ ആഗ്രഹം ഡോക്ടർ ആവുക എന്നുള്ളതാണ്, MBBS പഠിക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾ കാണാം. അതേപോലെ തന്നെ ഇങ്ങനെ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് നീറ്റ് എന്ന് ചോദിച്ചാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ ഇന്ത്യയിലും ആകെ മൊത്തം ഒരുമിച്ച് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ടെസ്റ്റാണ് നിങ്ങൾ എഴുതുന്നത്. അതായത് നമ്മുടെ UG എന്ന് പറയും, നിങ്ങൾ +2 കഴിഞ്ഞ് എഴുതേണ്ട ഒരു എക്സാമാണ്. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് MBBS കോഴ്സിന് അഡ്മിഷൻ കിട്ടുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് MD ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ MBBS MD എന്നൊക്കെ. അപ്പോൾ MBBS കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റാണ് നീറ്റ് എക്സാം, നീറ്റ് UG. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത് നീറ്റ് UG ആണ്. റെഡി? ഓക്കെ, അപ്പം എന്താണ് നീറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ എൻ്റെ മക്കൾക്ക് ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. ഇതെന്താണ്, ഇതൊരു കോഴ്സല്ല, ഇതൊരു എൻട്രൻസ് എക്സാം ആണ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു പ്രിലിമിനറി ടെസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണ് നീറ്റ് എക്സാം എഴുതാൻ പറ്റുക? നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +1 കംപ്ലീറ്റ് ചെയ്തിരിക്കണം, നിങ്ങളുടെ +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കൊമേഴ്സ് എടുത്താൽ നീറ്റ് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഹ്യൂമാനിറ്റീസ് എടുത്താൽ നീറ്റ് എഴുതാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? സയൻസ് എടുക്കണം. സയൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ +1 +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള മക്കൾക്ക് നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് എഴുതുക? നീറ്റ് എഴുതുക. ക്ലിയർ? ഇനി നമ്മൾ ആരാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റ് എഴുതിയപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് ബോർഡാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, NTA എന്ന് പറയും. നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളാണല്ലേ, നീറ്റിനെ കുറിച്ച് ഒത്തിരി കേൾക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് www.nta.ac.in. ഓക്കെ, അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമാണ്, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതാണ്. അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് ഒരു സാധാരണ ഒരു +2 കഴിഞ്ഞാൽ ഉള്ള ഒരാൾ എഴുതേണ്ട ടെസ്റ്റാണ്. മെഡിക്കൽ അതേപോലെ തന്നെ ഡെൻ്റൽ കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു നീറ്റ് എക്സാം എഴുതിയിരിക്കണം. ഇനി നീറ്റ് എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എപ്പോഴൊക്കെയാണ് ഈ എക്സാം നടക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുള്ള ചില എക്സാംസ് ഒക്കെ വർഷത്തിൽ 2 തവണയൊക്കെ നടക്കും. പക്ഷേ നീറ്റ് എക്സാം ഒരു വർഷത്തിൽ 1 തവണ മാത്രമേ നടക്കാറുള്ളൂ. ഓക്കെ, ആൻഡ് ഇതിന് എത്ര ക്വസ്റ്റ്യൻ, നമ്മളുടെ മാർക്സ് എന്ന് പറയുന്നത് 720ലാണ്. ടോട്ടൽ മാർക്സ് 720ലാണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ +2 ആഫ്റ്റർ +2 ആണ് നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുക. +2 കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ആഫ്റ്റർ +2? കാരണം നിങ്ങളുടെ നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +1ൽ നിങ്ങൾ പഠിക്കുന്ന കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, ഫിസിക്സിലെ കംപ്ലീറ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ കംപ്ലീറ്റ് ചാപ്റ്റർ, ബയോളജിയിലെ കംപ്ലീറ്റ് ചാപ്റ്റർ, അതേപോലെ +2ലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിൻ്റെ സിലബസ് ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ +2 കഴിഞ്ഞ് ഈ എക്സാമിന് ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വർഷത്തെ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത് May 4th-നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 3 hours ടെസ്റ്റാണ്. 3 മണിക്കൂറാണ് നമുക്ക് ഈ ഒരു എക്സാം ഉണ്ടാവുക. സാധാരണ ഉച്ചയ്ക്കാണ് നടക്കുക. ഒരു 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ എക്സാമിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊക്കെ മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടലുള്ള ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. നിങ്ങൾ ഓരോ ഉത്തരം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്സിൽ നിന്ന് 1 പോകും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? നിങ്ങൾ +2 കഴിഞ്ഞിരിക്കണം. അങ്ങനെ +2 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് എന്താണ് വയസ്സ്, ഏജ് ലിമിറ്റ് കുറേ മക്കൾ ചോദിക്കാറുണ്ട്, മിസ് ഏജ് ലിമിറ്റ് എപ്പോഴാണ് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റുക? ഇപ്പോൾ ഈ വർഷത്തെ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഈ വർഷം May 4-നാണ് നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം December 31-ന് മുൻപായിട്ട് നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം.
നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴായിരിക്കും നീറ്റ് എഴുതാൻ പോവുക? ഇതിപ്പോൾ 2025 അല്ലേ, 2026 2027 നിങ്ങൾ നീറ്റ് എഴുതാൻ പോവുക. അപ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എപ്പോഴാണ്? 2027 ഡിസംബറിൽ, നിങ്ങൾക്ക് ഡിസംബർ 31 മുൻപായിട്ട് നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതാണ് ഏജ് ലിമിറ്റിൻ്റെ ക്രൈറ്റീരിയ. അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര വയസ്സ് വേണമെങ്കിലും നീറ്റ് എഴുതാം, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് നീറ്റ് എഴുതാം. അങ്ങനെ 5 പ്രാവശ്യം 6 പ്രാവശ്യം അങ്ങനെ നമ്പർ ഓഫ് അറ്റംപ്റ്റിന് ഇതൊന്നുമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം, ഏത് വയസ്സ് വരെയെങ്കിലും നിങ്ങൾക്ക് എന്ത് എഴുതാം? നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 180 ആണ്. ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. റെഡി? അതിൽ എന്തൊക്കെ ഉണ്ടാകും? കെമിസ്ട്രി ഉണ്ടാകും, ഫിസിക്സ് ഉണ്ടാകും. ബയോളജീനെ നമ്മൾ ബോട്ടണി എന്നും സുവോളജി എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ +1 എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ബയോളജിയിൽ തന്നെ അത് കുറച്ചുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ബയോളജിയിൽ തന്നെ നമ്മൾ ചെടികളെ കുറിച്ച്, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ ബോട്ടണി എന്നാണ് പറയുക. ആൻഡ് ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്നതിനെ സുവോളജി എന്നാണ് പറയുക. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂ ഒക്കെ? സൂവിൽ ആരെയെ കാണാം? ആനിമൽസിനെ അല്ലേ കാണാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 180 ക്വസ്റ്റ്യൻസിൽ ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, ബോട്ടണിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, സുവോളജിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ നമുക്ക് വരുമ്പോൾ 180 ക്വസ്റ്റ്യൻസ്. ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ കിട്ടിയതിൽ നിന്ന് 1 മാർക്സ് പോകും. കണ്ടോ? ഇതാണ് ഫിസിക്സിൽ 45, കെമിസ്ട്രിയിൽ 45, ബോട്ടണിയിൽ 45, സുവോളജിയിൽ 45, ടോട്ടൽ 180. 180 × 4, ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്സ്. അങ്ങനെ ഔട്ട് ഓഫ് 720. ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിംഗ് സ്കീം വരുന്നത്. ഈ കാര്യത്തിൽ എൻ്റെ കുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ. ഓക്കെ, ഇനി ഇതേപോലെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ കുറിച്ച് അറിയാനുള്ളത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി +1 +2 നിങ്ങൾക്ക് നീറ്റ് എക്സാം നമ്മൾ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെ നമ്മൾ നീറ്റ് കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് അപ്പം തന്നെ അഡ്മിഷൻ ആവില്ല, നിങ്ങൾക്ക് ചോദിച്ചറിയാം വിവരങ്ങൾ. നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്, നീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെ റെഡിയാക്കുന്ന +1ൻ്റെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റും കൂടെ പഠിക്കാനുള്ള ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നേരത്തെ തന്നെ നിങ്ങളെ സീറ്റ് ഉറപ്പിക്കാം. അതായത് നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറേ ആവുള്ളൂ, ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കണം, ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ നീറ്റ് പഠിക്കണം. അങ്ങനെയുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് വേഗം തന്നെ നിങ്ങളെ സീറ്റ് ഉറപ്പിക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. വേറെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം.